ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ധിയോ യോ ന പ്രചോദയാത് ധിയോ യോ ന പ്രചോദയാത്. ആരണ്യകത്തിന്റെ തപസ്ഥലികളിൽ, പ്രശാന്തിയുടെ ഗിരിതടങ്ങളിൽ, സ്ഥലകാലങ്ങൾ തളം കെട്ടിനിന്ന ഗുഹാന്തരങ്ങളിൽ, ഏകാന്ത തപസ്സിന്റെ അഗ്നിശുദ്ധിയിൽ വിരിഞ്ഞ ഒരു സഹസ്രദള കമലം. ആർഷസനാതന സംസ്കൃതി, ലോകത്തിനു മുഴുവൻ ശാന്തി പ്രാർത്ഥിച്ച, സമസ്ത ലോകത്തിനും മംഗളം പ്രാർത്ഥിച്ച നമ്മുടെ ആർഷപൂർവികർ. ഈ പ്രപഞ്ചം ഒരു കിളിക്കൂട് പോലെ സ്നേഹത്തിന്റെ പാരസ്പരികതയിൽ നിലനിൽക്കുന്നുവെന്ന് വിശ്വസിച്ച നമ്മുടെ പൂർവികർ. തപോവിശുദ്ധിയിൽ പിറന്ന സാത്വിക സങ്കല്പങ്ങൾ, ഭൂമിയെയും പുഴയെയും പശുവിനെയും അമ്മയായി കാണുവാൻ പഠിപ്പിച്ച നമ്മുടെ സംസ്കാരം. സമുദ്രവാസനേ ദേവി പർവതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. കാലഗതിയുടെ വിപര്യങ്ങളിൽ പ്രതിരോധരഹിതമായ ഈ സാത്വിക സങ്കല്പങ്ങൾക്കുമേൽ അശനിപാതം പോലെ പതിച്ച വൈദേശിക ആക്രമണങ്ങൾ, പ്രാകൃത വൈദേശിക ഗോത്രങ്ങളുടെ പടയോട്ടങ്ങളിൽ കത്തിയമർന്ന തക്ഷശിലയും നളന്തയും, പിഴുതെറിയപ്പെട്ട ദേവബിംബങ്ങൾ, അടിച്ചുടയ്ക്കപ്പെട്ട ക്ഷേത്രഗോപുരങ്ങൾ, ഭാർഗവരാമന്റെ വെൺമഴുവാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന ഐതിഹ്യ പെരുമയുള്ള കേരളത്തിലും ഭാരതീയ സംസ്കാരം അവമതിക്കപ്പെടുന്നു. സാംസ്കാരിക കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും ശ്രീശങ്കരനും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ജനിച്ചു വളർന്ന മലയാഴ്മയുടെ മണ്ണ് ഇന്ന് പാശ്ചാത്യ സംസ്കാരങ്ങളുടെ അധിനിവേശത്തിൽ കാലിടറുന്നു. ദേശീയ മുഖ്യധാരയിൽ നിന്നും അകന്നു നിൽക്കുന്ന കേരളം വിഘടനവാദികളുടെ പറുദീസയായി മാറുന്നു. സംഘടിത മതവോട്ടുകളുടെ വിപണന രാഷ്ട്രീയത്തിൽ ഇടതു വലതു മുന്നണികൾ ഒരു പിടി വെള്ളിക്കാശിനായി മാതൃനാടിനെ ഒറ്റിക്കൊടുക്കുന്നു. സഹ്യന്റെ മടിയിൽ തലചായ്ച്ചുറങ്ങുന്ന ശാന്തിയുടെ ഈ കൊച്ചു പച്ചത്തുരുത്തിനെ അശാന്തിയുടെ കടൽ വിഴുങ്ങിയതെപ്പോൾ? ദൈവത്തിന്റെ സ്വന്തം നാടിനെ സങ്കുചിതമായ പ്രത്യയ ശാസ്ത്രങ്ങൾ വിഴുങ്ങിയപ്പോൾ, പ്രതീക്ഷയുമായി വന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രം ദേശീയ പൈതൃകങ്ങളെ തള്ളിപ്പറഞ്ഞപ്പോൾ, കപട മതേതരത്വത്തിന്റെ മറവിൽ മതഭീകരവാദികൾക്ക് മാന്യതയുടെ പരിവേഷം നൽകിയപ്പോൾ, പ്രതീക്ഷയുടെ പ്രത്യയ ശാസ്ത്രങ്ങൾ അപജയത്തിന്റെ പടവുകൾ പിന്നിട്ടപ്പോൾ, കേരളത്തിന്റെ യൗവനം പുതിയ വഴികളിൽ ചിന്തിച്ചു തുടങ്ങി. ഉദയചക്രവാളം ചുവപ്പിൽ നിന്നും കാവിയിലേക്ക് നിറം പകരുകയായിരുന്നു. സാംസ്കാരിക പൈതൃകങ്ങളെ തിരിച്ചറിഞ്ഞ കേരളീയ യുവത്വം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പിന്നിൽ അണിചേർന്നു തുടങ്ങി. അറിവിന്റെ പുതുവെളിച്ചത്തിലേക്ക് അവർ
അന്വേഷകരായി കടന്നുവന്നു. മാർക്സിസ്റ്റ് ചിന്തകളുടെ തടവറകൾ ഭേദിച്ച് അവർ പുതിയ നചികേതസുകളായി. നെടുനാളായി മാർക്സിസ്റ്റ് ശാഠ്യങ്ങളിൽ തളയ്ക്കപ്പെട്ട ചരിത്ര വീക്ഷണങ്ങളും ചിന്താധാരകളും പുതിയ പുലരിക്കായി ഉഴറിനൊന്തു. ദേശീയ പൈതൃകങ്ങളെയും പാരമ്പര്യങ്ങളെയും വർഗീയമെന്നും പിന്തിരിപ്പനെന്നും വിളിച്ചാക്ഷേപിച്ചിരുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ തിരുവായ്ക്കെതിർവായില്ലെന്ന അവസ്ഥയ്ക്ക് കേരളത്തിൽ അന്ത്യം കുറിച്ചുകൊണ്ട് പുതിയൊരു ബൗദ്ധിക മുന്നേറ്റത്തിന് സമയമാവുകയായിരുന്നു. അങ്ങനെ 1982 ഒക്ടോബർ മാസം 27 വിജയദശമി ദിനത്തിൽ കേരളത്തിന്റെ വൈചാരിക മണ്ഡലത്തിലെ ദേശീയതയുടെ ശുഭാന്തോളനത്തിന് പ്രാരംഭമായി. ഭാരതീയ വിചാര കേന്ദ്രം സ്ഥാപിതമായി. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിച്ച സ്വർഗീയ ദത്തോപാന്ത് ഠേങ്കഡിജിയുടെ മാർഗനിർദ്ദേശത്തോടെ സംഘത്തിന്റെ കേരളത്തിലെ ആദ്യകാല പ്രചാരകന്മാരിൽ ഒരാളും പ്രസിദ്ധ ചിന്തകനും വാഗ്മിയുമായ പത്മശ്രീ പി പരമേശ്വരനാണ് ഭാരതീയ വിചാര കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത്. മാതൃഭൂമി വാരികയുടെ മുഖ്യ പത്രാധിപരായിരുന്ന NV കൃഷ്ണവാര്യരെ പോലുള്ള പ്രഗത്ഭരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഉദ്ഘാടന സദസ്സിൽ വെച്ച് ദത്തോപന്ത് ഠേങ്കഡിജി പറഞ്ഞത്, ഏതൊരു മഹത്തായ യാത്രയും ആരംഭിക്കുന്നത് ആദ്യത്തെ ചുവടുവയ്പോട് കൂടിയാണെന്നാണ്. വിചാര കേന്ദ്രത്തിന്റെ ആരംഭം ഒരു ചെറിയ ചുവടുവയ്പായിരുന്നു. മഹത്തായൊരു പ്രയാണത്തിന്റെ ലളിതമായ തുടക്കം. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് പടിഞ്ഞാറേ കോട്ടയിലുള്ള വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിന് മുകളിലായി വാടകയ്ക്കെടുത്ത ഒരു കെട്ടിടമായിരുന്നു ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആദ്യ കാര്യാലയം. നീണ്ട 22 വർഷക്കാലം ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു കേരളത്തിന്റെ വൈചാരിക വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. പഴകിയതെങ്കിലും കേരളീയത മുറ്റിനിൽക്കുന്ന ഈ നാലുകെട്ടിൽ കഴിഞ്ഞുകൊണ്ടാണ് ഭാരതീയ വിചാര കേന്ദ്രം വളർന്നതും കേരളമാകെ പടർന്നതും. കേരളത്തിന്റെ മണ്ണിൽ ആഴത്തിൽ വേരോടിയിരുന്ന ഇടതുപക്ഷ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ വികലവും വിഘടനാത്മകവുമായ സമീപനങ്ങൾ കൊണ്ട് ദേശീയ മുഖ്യധാരയിൽ നിന്നും ഒറ്റപ്പെട്ടുപോയ കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണമായിരുന്നു ഭാരതീയ വിചാര കേന്ദ്രത്തിന് പ്രവർത്തിച്ചു മുന്നേറുവാൻ. കേരളത്തിന്റെ തനിമയെന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ, വൈദിക സംസ്കാരത്തിന്റെ കേരളീയ ആവിഷ്കാരമാണെന്ന് വിചാരകേന്ദ്രം വിശ്വസിക്കുന്നു. കാവും കുളങ്ങളും കൂത്തും കൂടിയാട്ടവും തിരുവാതിരയും തെയ്യവും തിറയും പടയണിയും കളംപാട്ടും കഥകളിയും തുള്ളലുമെല്ലാം കേരളത്തിന്റെ തനിമ എന്നതുപോലെ ഭാരതീയ സംസ്കാരത്തിന്റെ, വൈദിക സംസ്കാരത്തിന്റെ കേരളീയ ആവിഷ്കാരമാണ് എന്ന് വിചാരകേന്ദ്രം വിശ്വസിക്കുന്നു. കേരളത്തെ അതിന്റെ തനിമയിലേക്കും സംസ്കാരത്തിലേക്കും തനത് വികസന സങ്കല്പങ്ങളിലേക്കും തിരികെ കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ് വിചാര കേന്ദ്രമെന്ന പഠന ഗവേഷണ കേന്ദ്രം തുടങ്ങിയത്. സ്ഥാപന പശ്ചാത്തലത്തെക്കുറിച്ച് വിചാര കേന്ദ്രം ഡയറക്ടർ പത്മശ്രീ പരമേശ്വർജി. ഇന്ത്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ അതുപോലെ ഒരു സ്ഥാപനം ആവശ്യമാണ് എന്നുള്ള ചിന്ത ഉയർന്നു വരാൻ തുടങ്ങിയത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ കാലമായിരുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും വളരെ സുരക്ഷിതമല്ല, ഭദ്രമല്ല
ഏത് സമയത്തും അതിന് ഭീഷണികൾ നേരിടാം എന്നുള്ള ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. മൊത്തം ഭാരതത്തിലെ സ്ഥിതി അതായിരുന്നെങ്കിൽ കേരളത്തിലെ സ്ഥിതി അതിനേക്കാൾ ആശങ്കാവഹമായിരുന്നു. താത്വികമായി തന്നെ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത, ദേശീയതയിൽ വിശ്വസിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ വരികയും അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ജനാധിപത്യം ആശയ സംവാദത്തിൽ കൂടി മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ ആയുധ സംഘടനകളായിരുന്നു. ആ സമയത്ത് ആയുധ സംഘടനത്തിൽ നിന്ന് ആശയ സംവാദത്തിലേക്ക് ഒരു മാറ്റം, ഒരു പരിവർത്തനം കേരള രാഷ്ട്രീയത്തിനുണ്ടാവണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ത്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ടപ്പോൾ കേരളത്തിൽ വന്നതും. മാന്യ ദത്തോപൻ ഠേങ്ഡജി, മാന്യ ഭാസ്കറാവുജി, മാന്യ ഹരിയേട്ടൻ ഉണ്ടായിരുന്നു. ഇവരോടെല്ലാവരും കൂടും ഒക്കെ ആലോചിച്ച് ഒരു ബൗദ്ധിക പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുകയും അങ്ങനെ ഭാരതീയ വിചാര കേന്ദ്രം ക്രമേണ രൂപം കൊള്ളുകയും ചെയ്തത്. കഴിഞ്ഞ 2.5 ദശാബ്ദക്കാലമായി കേരളത്തിന്റെ ചിന്താമണ്ഡലത്തിലെ ശക്തമായ സാന്നിധ്യമായി മാറുവാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിന് കഴിഞ്ഞിരിക്കുന്നു. കാലിക പ്രസക്തമായ നിരവധി വിഷയങ്ങളെ ചിന്തകരുടെ സർഗസംവാദത്തിന് വിധേയമാക്കുവാനും ദേശീയോദ്ഗ്രഥനത്തിനുതകും വിധം ആശയരൂപീകരണം നടത്തുവാനും കേന്ദ്രത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിരവധി അധ്യാപകരെയും ഗവേഷക വിദ്യാർത്ഥികളെയും വിചാരകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സിംപോസിയങ്ങളിലൂടെയും സെമിനാറുകളിലൂടെയും ദേശീയ പരിപ്രേക്ഷ്യത്തിൽ ചിന്തിക്കുന്നവരാക്കി മാറ്റുവാൻ കഴിഞ്ഞു. വിവിധ വിഷയങ്ങളിലായി 10,000-കണക്കിന് ഗ്രന്ഥങ്ങളുടെ അമൂല്യ ശേഖരം ഇവിടുത്തെ ഗ്രന്ഥശാലയെ അലങ്കരിക്കുന്നു. ഗവേഷക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അപൂർവ ഗ്രന്ഥങ്ങളുടെ ഒരു സാരസ്വത ഖനിയാണ് ഇവിടുത്തെ ഗ്രന്ഥാലയം. ഉന്നത അക്കാദമിക നിലവാരം പുലർത്തുന്ന പ്രഗതി എന്ന ഗവേഷണ പ്രസിദ്ധീകരണം ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ധൈഷണിക സംരംഭമാണ്. പ്രത്യയശാസ്ത്രപരമായി അപൂർണവും പ്രായോഗികമായി ആപത്കരവുമായ കമ്മ്യൂണിസം എന്ന മിഥ്യാസ്വർഗവാദത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് 1980-കളുടെ അവസാനത്തിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം നടത്തിയ പ്രഭാഷണ പരമ്പര വിചാരകേന്ദ്രത്തിന്റെ സൈദ്ധാന്തിക സംഘർഷ ചരിത്രത്തിലെ തിളക്കമാർന്ന ഏടുകളിലൊന്നായിരുന്നു. സർവകലാശാല ഗവേഷണങ്ങൾ ദേശീയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതാകണമെന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് 2003 ആലുവായിൽ വെച്ച് നടന്ന ഉന്നത വിദ്യാഭ്യാസ സെമിനാർ ഈ രംഗത്തെ ഒരു പുതുകാൽവയ്പ് തന്നെയായിരുന്നു. രാഷ്ട്ര പുനർനിർമ്മാണത്തിനായിട്ടുള്ള പഠന ഗവേഷണ സ്ഥാപനം എന്ന നിലയിലാണ് ഭാരതീയ വിചാര കേന്ദ്രം 25 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിക്കുന്നത്. പഠന ഗവേഷണ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ പ്രസ്ഥാനം ഇന്ന് സർവകലാശാല തലത്തിൽ അഫിലിയേഷൻ നേടിയ ഒരു പഠന ഗവേഷണ കേന്ദ്രം കൂടെയാണ്. 7 പ്രമുഖ വിഷയങ്ങളിൽ PhD തലത്തിൽ ഗവേഷണം നടക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രം അജ്മീർ മഹർഷി ദയാനന്ദ സരസ്വതി സർവകലാശാലയുമായിട്ടാണ് അഫിലിയേഷൻ നടത്തിയിട്ടുള്ളത്. സർവകലാശാല ഗവേഷണത്തിന് ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എന്നുള്ള നിലയിലാണ്
2003 ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ എറണാകുളത്ത് ആലുവയിൽ വെച്ച് 3 ദിവസത്തെ ഒരു ഗവേഷണ ശില്പശാല നടത്തി. റിസർച്ച് ഫോർ നാഷണൽ റിസർജൻസ് എന്നുള്ള തലത്തിലായിരുന്നു ഈ ശില്പശാല തയ്യാറാക്കപ്പെട്ടത്. ഇതിൽ കേരളത്തിലെ 4 പ്രമുഖ സർവകലാശാലകൾ, കേരള സർവകലാശാല, കൊച്ചിൻ സർവകലാശാല, കോഴിക്കോട് സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല, ഈ 4 സർവകലാശാലകളുടെ പങ്കാളിത്തത്തോടെ ഈ 4 സർവകലാശാലകളുടെയും ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർമാരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ശില്പശാല നടത്തിയത്. അതിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഇക്ബാൽ, ഗാന്ധിജി സർവകലാശാല വൈസ് ചാൻസലർ സിറിയക് തോമസ്, കൊച്ചിൻ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ, കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ സയ്യിദ് ഇക്ബാൽ ഹസനി, ഈ 4 പ്രമുഖ വൈസ് ചാൻസലർമാരെ കൂടാതെ ഗാന്ധിജി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ എ സുകുമാരൻ നായരും ഈ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങളിൽ വിദ്യാദേവതയായ സരസ്വതി പൂജയ്ക്കുള്ള സ്ഥാനം അദ്വിതീയമാണ്. പൂജവയ്പും വിജയദശമി ദിനത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും ഇന്ന് എല്ലാ മതസ്ഥരും അനുഷ്ഠിച്ചു വരുന്നു. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്നുവരുന്ന വിദ്യാരംഭം പരിപാടിയിൽ പ്രതിവർഷം ജനപങ്കാളിത്തം വർദ്ധിച്ചു വരുന്നു. മലയാള സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിലെ പ്രഗത്ഭ വ്യക്തികളാണ് ഇവിടെ ആചാര്യസ്ഥാനം അലങ്കരിക്കുന്നത്. വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ. ആര്യാധിനിവേശം ഒരു മിഥ്യ എന്ന വിഷയത്തെ അധികരിച്ച് 1990 ആഗസ്റ്റിൽ നടന്ന പ്രഭാഷണ പരമ്പരകളെക്കുറിച്ച് പ്രസിദ്ധ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി 1990 ഭാരതീയ വിചാരകേന്ദ്രം ആരംഭിച്ച കാലം മുതൽ ഒരു പ്രധാന ഗവേഷണ വിഷയമായിട്ട് കരുതിപ്പോരുന്ന ഒന്നാണ് ഈ ഇന്ത്യ ചരിത്രത്തിലെ ആര്യൻ അധിനിവേശ സങ്കല്പത്തെക്കുറിച്ചുള്ള വിശകലനം, ഗവേഷണമൊക്കെ. ഇതിൻ്റെ ഭാഗമായി പ്രസിദ്ധ ചരിത്ര ഗവേഷകനും പണ്ഡിതനുമായ മിഷേൽ ദാനിനോ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. വളരെ കാലം മുമ്പ് മുതൽ ഭാരതത്തിലെ ചരിത്രകാരന്മാർ ശക്തിപൂർവ്വം വാദിച്ചു പോന്നിട്ടുള്ള ഒന്നാണെങ്കിലും ഇന്നേ വരെ ഈ ആര്യ അധിനിവേശം ഒരു കെട്ടുകഥയാണെന്നുള്ള സത്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഡോക്ടർ രാം മനോഹർ ലോഹ്യയാണ് ഇതൊരു കുരിശുയുദ്ധം പോലെ ആവേശത്തോടുകൂടി ഈ വാദം കൊണ്ടു നടന്നത്. ആര്യ അധിനിവേശം മിഥ്യയാണെന്നുള്ള വാദം കൊണ്ടു നടന്നത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വഴിയും ഗ്രന്ഥങ്ങൾ വഴിയും. അടുത്ത കാലത്ത് ശ്രീ ഭരത് പാണ്ഡെ ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കവടിയാറിൽ വന്നിരുന്നപ്പോൾ പോയി കാണുവാനും സംസാരിക്കുവാനും അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുവാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഇത് വളരെ അർത്ഥശൂന്യമായ ഒന്നാണ് ഈ ആര്യൻ അധിനിവേശ സങ്കല്പം എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. 1991 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ കലാശാല വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇന്ത്യൻ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് നടന്ന ബോധവൽക്കരണ സെമിനാറുകൾ, 1994 ഒക്ടോബർ 8, 9 തീയതികളിലായി കേരളത്തിന്റെ മാറുന്ന മുഖം എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന സെമിനാറുകൾ എന്നിവ കേരളത്തിലെ വളർന്നുവരുന്ന തലമുറകൾക്ക് ചരിത്ര സംബന്ധിയായ വിഷയങ്ങളെ സംബന്ധിച്ച് സത്യസന്ധമായ ഉൾക്കാഴ്ച പകർന്നു നൽകുന്നതായിരുന്നു. 1893 ചിക്കാഗോ മതമഹാസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദനിലൂടെ പ്രതിധ്വനിച്ച ഹൈന്ദവ ശബ്ദം ലോകത്തിന്റെ അതിരുകൾ ഭേദിച്ച് ഇന്നും പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നു. വിവേകാനന്ദ സ്വാമികളുടെ വിശ്വവിഖ്യാതമായ ചിക്കാഗോ പ്രസംഗത്തിന്റെ ശതാബ്ദി ആഘോഷം വിചാരകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ 1993 ജനുവരിയിൽ കേരളമെങ്ങും ആഘോഷിക്കപ്പെട്ടു.
മാർക്സിൽ നിന്നും മഹർഷിയിലേക്കുള്ള, സ്വാമി വിവേകാനന്ദനിലേക്കുള്ള കേരളീയ യുവത്വത്തിന്റെ പരിവർത്തനമായിരുന്നു ഈ പരിപാടി. അടിയന്തരാവസ്ഥയുടെ 20ാം വാർഷിക അനുസ്മരണ പരിപാടികളെക്കുറിച്ച് ഡോക്ടർ CI ഐസക്. 1995 ഓഗസ്റ്റ് 23 മുതൽ 25 വരെ ധ്യാനകേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് അടിയന്തരാവസ്ഥയുടെ 20ാം വാർഷിക പരിപാടികൾ നടത്തിയിരുന്നു. 20ാം വർഷം തികഞ്ഞതിനെ സംബന്ധിച്ച പരിപാടികൾ നടത്തിയിരുന്നു. ഈ പരിപാടികളിൽ ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ജനാധിപത്യ ദംശനത്തെ പറ്റി ബോധവാന്മാരാക്കാൻ സാധിച്ചു എന്നുള്ള ജനസമൂഹത്തെ മൊത്തത്തിൽ. ഈ പരിപാടി 3 ദിവസം കൊണ്ടുവന്നായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ ഭീകരവാഴ്ചയുടെ ചിത്രങ്ങളും അതുപോലെ അനുസ്മരിക്കുന്ന മറ്റു പല കാര്യങ്ങളും നമ്മൾ ഒരു പ്രദർശനി ഉണ്ടാക്കിയിരുന്നു, ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു BJT ഹാളിൽ. അതിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചു. ജനങ്ങളുടെ വലിയ ശ്രദ്ധ കിട്ടിയെന്നുള്ള കാലത്തെ പത്രങ്ങളൊക്കെ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതിന് സമാപനം 25-ാം തീയതി ഒക്കെ അഡ്വാനിയും ഒക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് പീഡനമേറ്റ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പൊരുതിയവരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിരപരാധികളുണ്ടായിരുന്നു. രാജനൊക്കെ അതിൻ്റെ പ്രധാന ഉദാഹരണമാണ്. രാജൻ വാസം വന്ന നിരപരാധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈശ്വരവാര്യരെയൊക്കെ നമ്മളവിടെ ആദരിക്കാൻ സാധിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സംഘത്തിന് കേരളത്തിലുണ്ടായ വളർച്ച തടയുവാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ അഴിച്ചുവിട്ട കൊലപാതക പരമ്പരകളിൽ ഒട്ടനവധി നിരപരാധികൾ ബലിദാനികളായി. പ്രത്യയശാസ്ത്ര പരാജയം മറച്ചുവെക്കുവാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ആരംഭിച്ച കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സംഘട്ടനത്തിന് പകരം സംവാദം എന്ന ആശയമുണർത്തി P. പരമേശ്വർജി നടത്തിയ പ്രഭാഷണ പരമ്പരകൾ കേരളത്തിന്റെ ചിന്താമണ്ഡലത്തിൽ അലയൊലികൾ സൃഷ്ടിച്ചു. അങ്ങാടിപ്പുറത്ത് പൂന്താനമില്ലത്ത് വെച്ചും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ വെച്ചും P. പരമേശ്വർജിയും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും തമ്മിൽ നടന്ന പരസ്യ സംവാദം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയ ദാരിദ്ര്യം തുറന്നു കാട്ടുന്നതായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് 1997 ആഗസ്റ്റിൽ അഖില കേരളാടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട ശില്പശാലകളും 1999 കേരളവും സ്വാതന്ത്ര്യ സമരവും എന്ന വിഷയത്തെ മുൻനിർത്തി നടന്ന ചരിത്ര കോൺഗ്രസും മാർക്സിയൻ ചരിത്ര ചിന്തനങ്ങളുടെ അസംബന്ധ ശാഠ്യങ്ങളിൽ നിന്നും കേരളത്തിന്റെ പ്രതിഭയെ മോചിപ്പിക്കുന്ന പരിപാടികളായിരുന്നു. നമ്മൾ ഈ ഭാരതത്തിൻ്റെ യഥാർത്ഥ ആദ്യത്തെ സമര ചരിത്രത്തിൻ്റെ 150ാമത്തെ വർഷം ഒന്ന് കൊണ്ടാടുകയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രവും ഭാരതത്തെ തന്നെ ആത്മാഭിമാനമില്ലാത്താക്കി തീർക്കാനുമുള്ളതായ ഒരു പരിശ്രമം ആദ്യം ബ്രിട്ടീഷുകാരത് നടത്തി. അത് പിന്നീട് ഏറ്റുപിടിച്ചത് ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. പഴശ്ശിത്തമ്പുരാൻ്റെയും എടച്ചേന കൊങ്കൻ്റെയും തലക്കൽ ചന്തുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ആ ഗോറില്ല സ്വാതന്ത്ര്യ സമരം ഉണ്ടല്ലോ, അത് ലോക സമര ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കേണ്ടതാണ്. 1999 മെയ് മാസം 8-ാം തീയതി 9-ാം തീയതി ഒക്കെ ഹിസ്റ്ററി കോൺഗ്രസ് നടത്തി. അതുമാതിരി തന്നെ 1997 ഓഗസ്റ്റ് 6-ാം തീയതി 4-ാം തീയതി 4 സ്റ്റേറ്റ് ലെവൽ വർക്ക്ഷോപ്സ് കേരളത്തിൽ നടത്തി. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഈ വർഗീയ കലാപങ്ങളെയും ഈ മൈനോറിറ്റി റൈറ്റ്സിനെയൊക്കെ എടുത്തിട്ട് വലിയ സ്വാതന്ത്ര്യ സമരമായിട്ട് അതിനെയൊക്കെ കൊണ്ട് നടത്തണം കൂട്ടർ. അതുമാതിരി തന്നെ എവിടെയെങ്കിലും വല്ല ചെറിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മലബാർ കലാപമാക്കിയിട്ട് പഴയ മറ്റേ അന്നത്തെ അപ്രൈസിങ്ങിനെയൊക്കെ, അതൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു വലിയ ഒരു ഐഡിയയുടെ തന്നെ വളരെയേറെ മുന്നേറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നും ആ ഐഡിയയുടെ മുന്നേറ്റത്തിൻ്റെ ചെറിയ ഭാഗങ്ങളായിട്ട് മാത്രമേ മറ്റുള്ള ചെറിയ സ്വാതന്ത്ര്യ സമരങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കി തീർത്തിട്ട്, അതുകൊണ്ട് ഈ പണ്ഡിതന്മാർ കൂടി ബോധപൂർവം ഈ തമസ്കരിച്ചിരിക്കുന്നതായ കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് പഴശ്ശിരാജാവും മറ്റു ഉള്ള ആൾക്കാർ, നിരവധി ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുള്ളതായ ആ സമരത്തിനെ ഓർക്കാൻ വേണ്ടി വിചാരകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ചരിത്ര സംബന്ധിയായ ഇത്തരം ചില പരിപാടികൾ കേരളത്തിലെ ചിന്താമണ്ഡലത്തിന് തന്നെ ഒരു വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു.
മരുഭൂമി താണ്ടുമീ കണ്ണുനീർച്ചാലിനെ പുഴയെന്നു നമ്മൾ വിളിച്ചു. ഭാരതപ്പുഴയെന്നു നമ്മൾ വിളിച്ചു. ഒരു ഹരിത സാന്ത്വനം തേടുന്ന പയ്യുകൾക്കിവൾ നിത്യദാഹമായി തീർന്നു. ഓർമ്മയിൽ പുഴയെന്നു ഒഴുകുന്നു ഗദ്ഗദം നിളയെന്നു നമ്മൾ വിളിച്ചു. നിള വിചാര സത്രത്തെക്കുറിച്ച് പ്രസിദ്ധ കവി പി നാരായണക്കുറുപ്പ്. നിളാനദിയുടെ സംരക്ഷണം എന്ന പ്രശ്നം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പായിരുന്നു. അവിടെ ഉന്നയിക്കപ്പെട്ട ഒന്നാമത് ഈ നിളാനദി എന്ന് പറയുമ്പോൾ തന്നെ പറയിവറ്റ പന്തിരിമക്കളുടെ ചരിത്രം മുതൽ ഉള്ള കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. കുഞ്ചൻ നമ്പ്യാർ അടുത്ത കാലത്ത്, എഴുത്തച്ഛൻ അതിനു മുൻപ്, പിന്നെ വള്ളത്തോൾ തുടങ്ങിയിട്ടുള്ള കവികൾ, ഇവരെല്ലാവരും ജനിച്ച സ്ഥലം എന്ന് മാത്രമല്ല, കേരള കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങൾ നിൽക്കുന്ന സ്ഥലം, കലയുടെയും മറ്റുമൊക്കെ ഈറ്റില്ലം എന്നിങ്ങനെ നിളാനദിയുടെ തടം കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗംഗയ്ക്ക് എങ്ങനെയാണോ സ്ഥാനമുള്ളത് അതുപോലെയുള്ള ഒരു വലിയ സ്ഥാനം എല്ലാ നദികൾക്കും അങ്ങനെയുണ്ട്. കാരണം പരിഷ്കാരത്തിൻ്റെ, സംസ്കൃതിയുടെ ആവാസം ആദ്യകാലത്ത് നദീതടങ്ങളായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ പുഴ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം, സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാശം നേരിട്ടതും അതിനാണ്. മണൽ വാരുന്നത് കൊണ്ട് നദി വറ്റിപ്പോകുന്നു, വെള്ളം ഇല്ലാതെയാകുന്നു. ഈ നിളാനദീ തീരത്ത് തിരുനാവായ മണൽപ്പുറത്ത് നടന്ന പാരിസ്ഥിതിക ചർച്ച വളരെ പ്രയോജനകരമായിരുന്നു. ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വിചാരസത്രം നടന്നത് 1996 ജനുവരി 20-21 തീയതികളിലാണ്. പാരിസ്ഥിതിക സംരക്ഷണം ജീവിതത്തിൽ എത്രമാത്രം ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത വളരെ വിശേഷപ്പെട്ട ഒരു സത്രമായിരുന്നു അത്. ഭാരതീയ വിചാര കേന്ദ്രം 2 ദശകങ്ങൾ കൊണ്ട് കേരളത്തിന്റെ ചിന്താമണ്ഡലത്തിൽ ചെലുത്തിയ സ്വാധീനം വ്യക്തമാക്കുന്നതാണ്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ വിവിധ പരിപാടികളിൽ മഹാസാന്നിധ്യമായിരുന്ന ഇവർ. കാലാതിവർത്തിയായ ഭഗവത്ഗീതയുടെ കാലിക പ്രസക്തി തിരിച്ചറിഞ്ഞ് നൈഷ്കർമ്മ്യം ബാധിച്ച ആധുനിക യുവതയെ കർമ്മയോഗത്തിൻ്റെ ഉദാത്ത മണ്ഡലങ്ങളിലേക്ക് ഉന്മുഖരാക്കുവാൻ, ഗീതാ സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ വിചാരകേന്ദ്രം തീരുമാനിച്ചു. ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവാപ്സ്യത. പൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ ഗീതാജ്ഞാനയജ്ഞം കൊണ്ട് ഉഴുതുമറിച്ച കേരളത്തിൻ്റെ മണ്ണിലാണ് ഗീതാ സ്വാധ്യായ സമിതി രൂപം കൊണ്ടത്. ഗീതാ സ്വാധ്യായ സമിതി തുടങ്ങാനുള്ള പ്രചോദനം സ്വാമി ചിന്മയാനന്ദജി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന സ്വാമി തേജോമയാനന്ദജി ഒരിക്കൽ എറണാകുളത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ യജ്ഞത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഗീതാ പ്രചാരണത്തിന് വേണ്ടി ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ സമയത്തിൻ്റെ ഒരു ഭാഗം നീക്കിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗീതാ സ്വാധ്യായ സമിതി രൂപം കൊണ്ടതും പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും
മുക്കാൽ പങ്കും പഞ്ചായത്തുകളിലെങ്കിലും നല്ല പ്രാതിനിധ്യ സ്വഭാവമുള്ള 500, 1000, 2000 വരെ സ്ത്രീ പുരുഷന്മാർ ആബാലവൃത്തം പങ്കെടുത്തിരുന്ന വലിയ ഗീതാ ശിബിരങ്ങൾ നടത്താൻ സാധിച്ചു. ഒരു വട്ടം കേരളത്തിൽ ഉടനീളം അത് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് സംയോഗി പരിപാടി ആസൂത്രണം ചെയ്തു. സംസ്കൃതം, യോഗം, ഗീത ഇത് മൂന്നും ചേർത്ത് പഠിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. സംയോഗി പരിപാടിക്ക് ഇന്നും പേരോട്ടമുണ്ട്. അത് വീണ്ടും സജീവമാക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് നിരന്തരമായി നടക്കാവുന്നതും പ്രത്യേകിച്ചും യുവാക്കളിൽ ഗീത, സംസ്കൃതം, യോഗം എന്നിവ എത്തിക്കാൻ പര്യാപ്തമായതുമായ ഒരു പരിപാടിയാണ്. 22 വർഷക്കാലം ഭാരതീയ വിചാര കേന്ദ്രം പ്രവർത്തിച്ചത് പരിമിതമായ സ്ഥല സൗകര്യങ്ങൾ മാത്രമുള്ള ഈ വാടക കെട്ടിടത്തിലായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ചിന്താമണ്ഡലങ്ങളെ ഇളക്കിമറിച്ച പല കൊടുങ്കാറ്റുകളും പിറന്നത് ഈ ഇടുങ്ങിയ മുറികളിലെ ചിന്താ കലാപങ്ങളിൽ നിന്നായിരുന്നു. ഒരു പഠന ഗവേഷണ കേന്ദ്രമെന്ന നിലയിൽ സ്ഥല സൗകര്യ പരിമിതികളെ അതിജീവിച്ച് സ്വന്തമായ സ്ഥലത്ത് സ്വന്തമായ ഒരാസ്ഥാന മന്ദിരമെന്ന സ്വപ്നം അവസാനം പൂവണിയുക തന്നെ ചെയ്തു. തലസ്ഥാന നഗരിയിൽ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ വിളിപ്പാടകലെ സ്വന്തമായി ഭൂമി വാങ്ങുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. പരമപൂജനീയ ഗുരുജി ഗോൾവൽക്കറുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ഭൂമി തന്നെ വിലയ്ക്ക് വാങ്ങാനായത് ദൈവനിയോഗമാകാം. ആ പാവന ഭൂമിയിൽ ഒരു മഹാതപസ്സിന്റെ സാക്ഷാത്കാരമെന്നോണം 2001 വിജയദശമി ദിനത്തിൽ മാന്യ പി പരമേശ്വർജി പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. അങ്ങനെ ഒരു മഹാസ്വപ്നം മെല്ലെ സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അനേകം സ്വയം സേവകരുടെയും സംഘടനാ ബന്ധുക്കളുടെയും സമർപ്പണം കൊണ്ട് 2002 സെപ്റ്റംബറിൽ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനം 2004 പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. ജൂലൈ 14 തീയതി ഗണപതി ഹോമത്തോടെ ഗൃഹപ്രവേശന ചടങ്ങുകൾ നടന്നു. ഔപചാരികമായ ഉദ്ഘാടന കർമ്മം 2004 ജൂലൈ 31 തീയതി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പരമപൂജനീയ സർസംഘ ചാലക് സുദർശൻ ജി നിർവഹിച്ചു. മൂന്ന് കോൺഫറൻസ് ഹാളുകൾ, വിശാലമായ ലൈബ്രറി, മീഡിയ സെന്റർ, ഓഫീസ് റൂമുകൾ, ഡൈനിങ് റൂം, അതിഥി മുറികൾ എന്നിവയെല്ലാമുള്ള ഈ പഠന ഗവേഷണ കേന്ദ്രം അനന്തപുരിയുടെ തിലകക്കുറിയായി മാറിയിരിക്കുന്നു. വിചാര കേന്ദ്രത്തിന്റെ രജത ജൂബിലി വർഷമായ
2007 അഭിമാനോജ്വലമായ ഒരു മുന്നേറ്റമാണ് ഈ സ്ഥാപനത്തെ ഒരു ഗവേഷണ കേന്ദ്രമായി രാജസ്ഥാൻ കേന്ദ്രമായുള്ള മഹർഷി ദയാനന്ദ സരസ്വതി യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു എന്നത്. ഭാരതീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ് സ്റ്റഡി ആൻഡ് റിസർച്ച് എന്ന പേരിൽ ഇന്നൊരു പഠന ഗവേഷണ വിഭാഗം ഭാരതീയ വിചാര കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. The Bharatiya Vichara Kendra decided to start this new center for interdisciplinary research. The Bharatiya Institute for Advanced Study and Research, to answer a long-felt need in the country to popularize Indian thinking about research and knowledge generation. We need to develop new research approaches based on Indian epistemology, where knowledge is treated as something internal to all human beings, to be perfected using appropriate cognitive processes developed independently. Our research center was started with the blessing and active collaboration of an important center of higher learning in the north, the Maharshi Dayanand Saraswati University, which believes in the Indian concept of knowledge and knowledge creation. Our institution is offering PhD programs in 7 subjects: economics, politics, education, history, management, philosophy and Sanskrit. We have evolved an academic environment where different social science disciplines interact without friction. We want to create alternate research models based on Indian thought, where research attempts would go well beyond what is physically observable and transcends the boundaries of sense perceptions. Our main intention, of course, is to Indianize social science research, retaining the best in Western research, but building on the strength of methods peculiar to Indian epistemology. രാഷ്ട്രവൈഭവമെന്ന ഉദാത്ത സങ്കല്പവുമായി നിസ്വാർത്ഥരായ ഒരുപിടി പ്രവർത്തകരുടെ നിരന്തര പരിശ്രമത്തിന്റെ സാഫല്യമാണ് ഭാരതീയ വിചാര കേന്ദ്രവും അതിൻ്റെ വിജയഗാഥകളും. ഇതിൻ്റെ അമരക്കാരനും നിസ്വാർത്ഥ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ആൾരൂപവുമായ മാന്യ പരമേശ്വർജിയെ തേടിയെത്തിയ പുരസ്കാരം നിരവധിയാണ്. ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയിയുടെ നാമധേയത്തിൽ അമൃതാനന്ദമയി മഠം ഏർപ്പെടുത്തിയ അമൃതകീർത്തി പുരസ്കാരം മാന്യ പരമേശ്വർജിക്ക് ലഭിക്കുകയുണ്ടായി. 2004 രാഷ്ട്രം പത്മശ്രീ പുരസ്കാരം നൽകിയാണ് അദ്ദേഹത്തെ സമാദരിച്ചത്. ഭാരതീയ വിചാര കേന്ദ്രവും അതിൻ്റെ പ്രവർത്തനങ്ങളും കൂടിയാണ് ഇവിടെ സമാദരിക്കപ്പെട്ടത്. സങ്കുചിത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചിന്തകളുടെ ഭ്രാന്താലയമായി മാറിയ കേരളത്തെ ഭാരതീയ ചിന്തകളിൽ ആറാടിയ തീർത്ഥാലയമാക്കി മാറ്റുന്ന ചരിത്ര ദൗത്യമാണ് ഭാരതീയ വിചാര കേന്ദ്രം ഏറ്റെടുത്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ ഉയർത്തിയ സായുധ സംഘർഷത്തിന്റെ സർവസംഹാരത്തിൽ നിന്നും ആശയ സംഘർഷത്തിന്റെ സർഗാത്മകതയിലേക്ക് കേരളത്തെയും ഭാരതത്തെയും നയിക്കാനുള്ള ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രയത്നം ഇനിയുമേറെ മുന്നേറേണ്ടതുണ്ട്. അതിന് സമ്പൂർണ്ണ സമർപ്പണ സന്നദ്ധരായ ദേശസ്നേഹികളുടെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ കൂടിയേ കഴിയൂ. കലവറയില്ലാത്ത സമർപ്പണത്തിലൂടെ മാത്രമേ നമുക്ക് ചരിത്ര നിർമ്മാതാക്കളായി മാറാൻ കഴിയൂ. ലോകം സമാദരിക്കുന്ന വിജയശില്പികളായി മാറാൻ കഴിയും. അന്ധകാരത്തിന്റെയും അസ്വസ്ഥതകളുടെയും ഇരവുകൾ കരുതിയായി
കുങ്കുമം തൊട്ട കിഴക്കിന്റെ സൂര്യോദയത്തെ നാം ഹൃദയത്തിലേറ്റുക. കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ